മണലൂർ സ്നേഹാരാം സ്പെഷ്യൽ സ്കൂളിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത ഉദ്ഘാടനം ചെയ്തു. അവര് എന്താണോ ഈ സ്ഥാപനത്തിന് വേണ്ടി ഇതിന്റെ അഭ്യുദയകാംക്ഷികൾ ഇതിന്റെ സ്ഥലവും സ്ഥാപനവും ഒക്കെ വിട്ടുകൊടുത്തുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ ഉദ്ദേശിച്ചിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് ഈ സ്ഥാപനം പൂർണ്ണമായിട്ടും നടന്നു കഴിഞ്ഞു എന്ന് വളരെ നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. ഞാനത് പറയാനായിട്ട് സാധിക്കുമെന്ന് പറയുമ്പോൾ ഇന്നെനിക്ക് തോന്നുന്നു സ്പെഷ്യൽ സ്കൂളുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബാധ്യതയിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളായിട്ട് മാറുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ മുൻപത്തെ ഗവൺമെന്റ് ശ്രീമാൻ ഉമ്മൻചാണ്ടി നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് ഇങ്ങനെയുള്ള 33 സ്പെഷ്യൽ സ്കൂളുകളെ എയ്ഡഡ് സ്ഥാപനങ്ങളായിട്ട് ഉയർത്തി. പക്ഷെ എന്തുകൊണ്ടോ ആ നിയമം ഇന്നിവിടെ നടപ്പിലാക്കാനായിട്ട് സാധിച്ചില്ല. എനിക്ക് തോന്നുന്നു ഗവൺമെന്റിന്റെ ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സ്ഥാപനങ്ങളായിട്ടാണ് സ്പെഷ്യൽ സ്കൂളുകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. PTA പ്രസിഡന്റ് TR ജോയ് അധ്യക്ഷനായി. കുടുംബസംഗമത്തോടനുബന്ധിച്ച് ഒരുക്കിയ സ്റ്റാളിന്റെ ഉദ്ഘാടനം മരിയ പ്രൊവിൻസ് കോർപ്പറേറ്റ് മാനേജർ സിസ്റ്റർ രശ്മി നിർവഹിച്ചു. സെന്റ് ഇഗ്നേഷ്യസ് ചർച്ച് വികാരി ഫാദർ ജോൺ അയ്യങ്കാനയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ അവാർഡ് ജേതാക്കളായ MP റോബിൻസൺ, KJ സോണിയ എന്നിവരെ ആദരിച്ചു. ചാരിറ്റി കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ആൻജോൺ സമ്മാനദാനം നിർവഹിച്ചു. ഹെഡ് മിസ്ട്രസ് C ഫസാനി CSC, സ്നേഹാരാം ചാരിറ്റബിൾ സൊസൈറ്റി മെമ്പർ ഡോക്ടർ ആന്റണി തോപ്പിൽ, വൊക്കേഷണൽ സെന്റർ PTA പ്രസിഡന്റ് TL ആന്റണി, MPTA പ്രസിഡന്റ് അമ്പിളി മോഹൻ, ഫിനാൻസ് ചെയർമാൻ അനിലൻ മാക്കോത്ത്, സ്റ്റാഫ് പ്രതിനിധി PA ജിഷ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി.